അരങ്ങേറ്റത്തിന് മുമ്പ് നമുക്കൊരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയാലോ? ഇവിടെ മൂകാംബികോട്ട് അഡ്വഞ്ചർ ട്രിപ്പ് ബെസ്റ്റ്. ചുമ്മാ പോവാ നീ. അല്ലല്ലേ അവിടുന്ന് ആൾക്കാർ ഞാൻ നമ്മളങ്ങനെ മൂകാംബിക ദർശനമൊക്കെ പൂർത്തിയാക്കി കുടജാദ്രിയിലേക്ക് പോകാൻ പോവുകയാണ്. അമ്പലത്തിൽ നിന്നും റൂമിൽ തിരിച്ചെത്തി ഡ്രസ്സൊക്കെ മാറി ജീപ്പ് കിടക്കുന്ന സ്ഥലത്തെത്തി. രാവിലെ 6 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെയാണ് ജീപ്പുകളൊക്കെ കുടജാദ്രിയിലേക്ക് പോകുന്നത്. ഒരു ജീപ്പിൽ പരമാവധി 8 പേർക്ക് കയറാൻ പറ്റും. ഒരാൾക്ക് 470 രൂപ കൊടുക്കണം. അങ്ങനെ 3760 രൂപ ജീപ്പിന് ആകെ കൊടുക്കേണ്ടി വരും. റോഡ് നല്ലതാണെങ്കിൽ ഒരുപാട് വളം തിരിവുള്ള റോഡുകളാണ്. ഒത്തിരി ഓഫ് റോഡിങ്ങും പോകാനുണ്ട്. പൊതുവെ ഇങ്ങനെ പോകുന്ന ജീപ്പ് ഡ്രൈവേഴ്സൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ പോകുന്ന ഈ കുടജാദ്രി പീക്ക് എന്ന് പറയുന്നതല്ലേ, അത് സീ ലെവലിൽ നിന്നും 4400 അടി മുകളിൽ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. റോഡിന്റെ ഇരുവശത്ത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മൾ പോകുന്ന വഴിയിലൂടെ ഉടനീളം കാണാൻ നമുക്ക് വരുന്നത്. സഹ്യപർവ്വതത്തിലെ തന്നെ ഏറ്റവും നല്ല മഴക്കാടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുടജാദ്രിയിലേക്കുള്ള യാത്ര ഞങ്ങൾ രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്തു. മലിനമാകാത്ത ശുദ്ധവായുവും നല്ല തണുപ്പും നിറഞ്ഞ അന്തരീക്ഷമാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല റോഡുകളായിരുന്നു യാത്രയുടെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് മുഴുവൻ. കുടജാദ്രിയിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പാസ് സെപ്പറേറ്റ് എടുക്കണം. ഒരാൾക്ക് 70 രൂപയാണ് റേറ്റ്. നമ്മളിവിടെ യാത്രയ്ക്ക് പോകുന്ന ആളുകളുടെ പേരും വിവരവും മൊബൈൽ നമ്പരും ഒക്കെ കൊടുത്തിട്ട് വേണം മുകളിലോട്ട് മല കയറാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ബോട്ടിൽ ഒന്നിന് 50 രൂപ വീതം കൊടുക്കണം. നമ്മൾ ആ ബോട്ടിലൊക്കെ തിരിച്ച് മല ഇറങ്ങുമ്പോൾ ഇവരെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിക്കുപ്പി തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ പൈസ തിരിച്ചു തരുന്നതാണ്. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങിയാണ്. ഈ ജീപ്പ് ഡ്രൈവർമാർ ഇവിടെ ലോക്കലായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർ വളരെ വർഷങ്ങളായിട്ട് ജീപ്പ് ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ വീതിയുള്ള വഴി കൂടി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്ത് സൈഡൊക്കെ ഒതുക്കിയാണ് മുകളിലോട്ട് കയറുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുടജാദ്രിയിലേക്ക് പോകാൻ നമുക്ക് ഏകദേശം 40 കിലോമീറ്ററാണ് ജീപ്പ് യാത്ര ചെയ്യാനുള്ളത്. അതിൽ 8 കിലോമീറ്ററോളം ഓഫ് റോഡിങ്ങും ആണ്. വേനൽക്കാലത്താണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ റോഡൊക്കെ ഉണങ്ങി വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. ജീപ്പ് നല്ല സ്പീഡും ഒക്കെ കാരണം റോഡ് മുഴുവൻ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. കൂടാതെ പൂഴിയുള്ള റോഡുമായിരുന്നു. മഴക്കാലത്തായിരുന്നു നല്ല പച്ചപ്പ് നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ മല ഇറങ്ങുമ്പോൾ ചിലപ്പോൾ തെന്നാൻ സാധ്യതയുണ്ട്. ഈ കുടജാദ്രി മലനിരകൾക്ക് ഈ പേര് വരാൻ കാരണം നമ്മൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കുടജ അല്ലെങ്കിൽ ഗിരിമലിജ എന്നൊരു സസ്യം അതിങ്ങനെ പറന്ന് പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കുടജാദ്രി എന്നറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് പോയതുകൊണ്ട് ഇവിടുത്തെ പുല്ലും മരങ്ങളും ചെടികളും ഒക്കെ ഉണങ്ങി നിൽക്കുകയാണ്. കുറച്ച് മഴയൊക്കെ ഉള്ള സമയത്തായിരുന്നു നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇടയ്ക്ക് കാട്ടുമൃഗങ്ങളുടെ പടങ്ങളും പ്ലാസ്റ്റിക് ഫേസ് ഓൺ ഉപയോഗിക്കുന്നതൊക്കെ കാണാം. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കുടജാദ്രിയിലുള്ള ഓഫ് റോഡിങ്. കുടജാദ്രിയുടെ മലമുകളിലോട്ട് ആളുകളെ കൊണ്ടുപോയിട്ട് തിരിച്ച് മലയിറങ്ങി വരുന്ന ഒരു ജീപ്പ് നമുക്കിപ്പോൾ കാണാൻ പറ്റും.
കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ സഞ്ചരിച്ച് നമ്മളിപ്പം മുകളിലെത്തിയിരിക്കുകയാണ്, പരന്ന റോഡിലെത്തിയിരിക്കുകയാണ്. അപ്പം നല്ല തെളിഞ്ഞ നീലാകാശവും കോട ഇറങ്ങിയിരിക്കുന്നതൊക്കെ സൈഡിൽ നല്ല വ്യൂ, അടിപൊളി വ്യൂ ആണ് കാണാൻ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് മുഴുവൻ പോയി നല്ല ചുമന്ന നിറത്തിൽ പൊട്ടി പാർന്ന് കിടക്കുക. നമ്മളങ്ങനെ മുകളിലെ പരന്ന റോഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പം ഭംഗിയുള്ള കുടജാദ്രിയിലെ മഴക്കാടുകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂറത്തെ ജീപ്പ് യാത്രയ്ക്ക് ശേഷം നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ഈ പോയിന്റിന് അപ്പുറത്തോട്ട് ജീപ്പ് പോകാൻ പറ്റൂല. അപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ കുടജാദ്രി മലകയറ്റം തുടങ്ങുകയാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമുണ്ട്, താഴെ തന്നെ 2 അമ്പലങ്ങളുണ്ട്. പിന്നെ സർവജ്ഞ ഇവിടെ ശങ്കരാചാര്യ തപസ് ചെയ്ത സ്ഥലം കാണണമെങ്കിൽ ഇവിടുന്ന് 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞങ്ങളിവിടെ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യും. നിങ്ങളെ വന്ന വണ്ടി തന്നെ ആയിരിക്കും റിട്ടേൺ പോകുന്നത്. നിങ്ങൾ പോയിട്ട് വരും. ഇപ്പം സമയം 8:15 9:15 9:45 ആകുമ്പോൾ റിട്ടേൺ ആണ്. ഇവിടെ കാലഭൈരവന്റെയും ദേവിയുടെയും ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട തൃശ്ശൂലവും കാണാം. ഏറ്റവും വിശേഷപ്പെട്ട ദേവിയുടെ തൃശ്ശൂലം ഇവിടെ കാണാൻ പറ്റും. ഏകദേശം 32 അടിയുള്ള തൃശ്ശൂലം മൂകാംബിക ദേവി മൂകാസുരനെ വധിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ദേവി മൂകാസുരനെ വധിക്കാൻ ഉപയോഗിച്ച ഈ തൃശൂലത്തിന് ഏകദേശം 2400 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും പഴക്കം ചെന്ന തൃശൂലം ദ്രവിക്കാതെയും തുരുമ്പെടുക്കാതെയും നിൽക്കുന്ന തന്നെ ഒരു അത്ഭുതമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ മലകയറ്റം തുടങ്ങുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ക്ഷേത്രങ്ങൾ കാണാം. അവിടെ ഒരു ഭദ്രകാളി ക്ഷേത്രം പ്രതിഷ്ഠയുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രം കാണപ്പെടുന്നത്. ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് നാഗതീർത്ഥം എന്നെഴുതി വെച്ചിട്ടുണ്ട്. അത് മൂലക്ഷേത്ര കുളമാണ്. അതിനോട് ചേർന്ന് കുറച്ച് വീടുകളും കാണാം. അതിവിടെ പൂജ ചെയ്യുന്ന പൂജാരിമാരുടെ വീടുകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മലകയറ്റം തുടങ്ങുകയാണ്. കൊടും കാടുള്ള മലയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ആളുകളൊക്കെ പോയി തെളിഞ്ഞ വഴികളൊക്കെ കാണാം. നല്ല മലകയറ്റവും ഉണ്ട്. പക്ഷെ അതൊക്കെ കയറുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മലകയറ്റം തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കയറ്റമായിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമേ കയറുമ്പോൾ തന്നെ. ഞങ്ങളുടെ കൂടെ അപ്പൂസും ഉണ്ടായിരുന്നു. അപ്പൂസ് ഈ കുടജാദ്രിയിലെ മല കയറുമ്പം 1 വയസ്സും 4 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കയറി വരുന്നവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉള്ളവരാണ്. മാളൊക്കെ മടുത്തു നടന്ന്. ഈ കാണുന്ന വഴിയില്ല, അല്പം റിസ്ക് ആണ്. പാറക്കെട്ടുകളും പാറയും നിറഞ്ഞ, ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് സ്ലിപ്പായി താഴെ നല്ല കൊക്കയാ, അതിലോട്ട് വീണു പോകും. പ്രായമായവരും കുട്ടികളും ഈ വഴി പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ കാല് തെറ്റി താഴെ കൊക്കയിലേക്ക് വീഴാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. വളരെ ഇടുങ്ങിയതും വരമ്പ് പോലെയുള്ളൊരു നടപ്പാതയാണ്. ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾ മുകളിലത്തെ വരമ്പ് പോലത്തെ സ്ഥലത്ത് പോയി കയറി നടന്നാൽ മാത്രമേ ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. കോടയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നടക്കുമ്പം കൂടുതലും സാധാരണ ചെരുപ്പ് ഉപയോഗിക്കാതെ ആൻറ്റി സ്ലിപ്പറി ആയിട്ടുള്ള ഷൂസുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പം ഈ മല കയറുന്ന സമയത്ത് അല്പം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു 7:45 ആയിട്ടുണ്ട് സമയം രാവിലെ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു കാടും നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷവും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വിശ്രമിച്ച് കതപ്പൊക്കെ മാറ്റിയിട്ടാണ് മുകളിലോട്ട് കയറി പോകുന്നത്. ഞങ്ങൾ വിശ്രമിച്ചൊന്നുമില്ല,
ഞങ്ങൾ നേരെ പതുക്കെ നടന്ന് കയറിപ്പോയി. അപ്പോസ് ഇപ്പോൾ കുറേ നേരമായിട്ട് മാളുവിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അങ്ങനെ മാളു എടുത്തെടുത്ത് മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോസിനെ എടുത്ത്. എന്നാലും അപ്പോസ് മാളു എടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് കരയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാളുവിൻ്റെ കയ്യിലേക്ക് അപ്പോസിനെ കൊടുത്ത്. പിന്നെ അങ്ങോട്ട് നടന്ന് കയറുന്നതൊക്കെ നല്ല കല്ലുകൾ നിറഞ്ഞ നല്ലൊരു ഗേറ്റായിരുന്നു. അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കയറുമ്പോഴൊക്കെ. അതിൽ ഞാൻ ആലോചിക്കുന്നത് പണ്ട് ശ്രീശങ്കരാചാര്യരൊക്കെ ഈ സർവ്വജ്ഞ പീഠത്തിലേക്ക് പോയി എങ്ങനെ താമസിച്ചിരുന്നു. ഈ വഴി കൂടി ഇപ്പം ഈ കാലഘട്ടത്തിൽ പോലും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പണ്ട് വന്യജീവികളും ഘോര വനമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ശ്രീശങ്കരാചാര്യരും പണ്ടത്തെ ആൾക്കാരും ഒക്കെ എങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും. ഭയങ്കരം തന്നെ. ഞാൻ നോക്കുമ്പോൾ മാളു നടന്ന് മടുത്ത്. ഞാൻ പറഞ്ഞു അവിടെ കല്ലിൻ്റെ മുകളിൽ അവിടെ എങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് അവസാനം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അമ്പോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപ്പം വ്യൂ ആ. കോട്ടയൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കിടന്ന നല്ല നീലാകാശവും നല്ല സൂപ്പർ വ്യൂ. എനിക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് പോരാൻ തോന്നുന്നില്ല, അത്രയ്ക്കും അടിപൊളി. ഇപ്പം ഈ മൊബൈലിൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പർ അവിടെ നിന്ന് നേരിട്ട് കാണുമ്പോൾ വ്യൂ. അങ്ങനെ മല മുഴുവൻ കയറി നടന്ന് നമ്മൾ ശ്രീശങ്കരാചാര്യ തപസ് ചെയ്ത സർവ്വജ്ഞ പീഠത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ.